തിരുവനന്തപുരത്ത് GSTയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുത്ത് വരുമ്പോഴാണ് മോഹൻലാലിനെ ചാനലുകാർ വളഞ്ഞത്. മകൾ വിസ്മയുടെ സിനിമാ അരങ്ങേറ്റത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഞാൻ അറിഞ്ഞില്ല ഒന്നും എന്ന് പറഞ്ഞാണ് ഒഴിഞ്ഞു മാറിയത്. അതും 3-4 തവണ അദ്ദേഹം ഇത് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് അത് അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല എന്ന് തന്നെയാണ്. അത് അവിടെ നിർത്തണം. എന്നാൽ ഒന്ന് അറിഞ്ഞേ തീരൂ എന്ന ഭാവത്തിൽ സകല ചാനലുകാരും തിരക്ക് കാട്ടി അദ്ദേഹത്തെ വളഞ്ഞു നിന്നു. അതിനിടയ്ക്കാണ് ആക്രാന്തം മൂത്ത 24 ന്യൂസ് റിപ്പോർട്ടർ മൈക്ക് കൊണ്ട് മോഹൻലാലിൻ്റെ കണ്ണിൽ കുത്തിയത്. അതിനു മുന്നേ അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തലയിലും ഇയാൾ അതേ മൈക്ക് കൊണ്ട് കുത്തുന്നതും കാണാം. ആ പോലീസുകാരനും സംയമനം പാലിച്ചതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിൽ മോഹൻലാൽ പ്രതികരിച്ച രീതി കണ്ടപ്പോൾ അദ്ദേഹത്തോട് വളരെയധികം ബഹുമാനം തോന്നി, സ്നേഹം തോന്നി. എന്താണ് മോനെ ഇതൊക്കെ, കണ്ണൊക്കെ അല്ലേ സൂക്ഷിക്കേണ്ടേ എന്ന് വളരെ സൗമ്യമായി ചോദിച്ച് ആ കാറിലേക്ക് കയറി അദ്ദേഹം പോയി. ആ ഡോർ അടക്കുന്ന സമയത്ത് അദ്ദേഹം തമാശ രൂപേണ പറയുകയും ചെയ്തു, അവനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന്. അത്രയേ ഉണ്ടായുള്ളൂ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നേരത്തെയും മോഹൻലാൽ ഇതേ ക്ഷമയോടെ തന്നെ നിന്ന ആളാണ്. മറ്റേതെങ്കിലും സൂപ്പർ താരമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെങ്കിൽ അവിടെ എന്താകും നടക്കുക എന്നൊന്ന് ആലോചിച്ച് നോക്കുക. തെലുങ്കിലെ ബാലയ്യോ മറ്റോ ആണെങ്കിൽ അവിടെ അടിപൊട്ടിയേനെ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തോക്കുണ്ടെങ്കിൽ അങ്ങൊരു വെടിയും വെച്ചേനെ. അതും പോട്ടെ, നമ്മുടെ തൃശ്ശൂർ അടക്കി വാഴുന്ന ഭരത്ചന്ദ്രൻ സാർ ആയിരുന്നെങ്കിൽ അവനെ തീർച്ചയായും ഷർട്ടിന് കുത്തിപ്പിടിച്ചേനെ. ഇപ്പോൾ ഒരു പദവി ഉള്ളത് കൊണ്ട് ചിലപ്പോൾ തല്ലാതെ വിടുമായിരിക്കും. നിങ്ങൾക്ക് ബൈറ്റ് തരാൻ താല്പര്യം ഇല്ലാത്തവരുടെ അടുത്ത് മൈക്കുമായി ഇങ്ങനെ ചെല്ലുന്നത് വളരെ മോശമാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ചാനൽ മുതലാളിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ തലപ്പത്തുള്ളവരോ തയ്യാറാകില്ല. കാരണം അവർ ഒരു റേറ്റിംഗ് യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാൽ എന്നല്ല ഏതൊരു വ്യക്തിയായാലും സംസാരിക്കുമ്പോൾ ഒരു അകലം പാലിക്കണം. അതൊരു മിനിമം മര്യാദയാണ്. അത് സെയിൽസ് ഫീൽഡിൽ ഉള്ളവർക്ക് അറിയാൻ കഴിയും. ഒരു ഷോറൂമിൽ സാധനം വാങ്ങാൻ വരുന്നവരോട് സംസാരിക്കുമ്പോൾ കൃത്യമായ അകലം പാലിച്ച് ട്രെയിനിങ് കിട്ടിയ ഒരു സെയിൽസ്മാൻ നിൽക്കുകയുള്ളൂ. അതിലും മര്യാദ വേണ്ടതാണ് ഒരാളോട് അങ്ങോട്ട് പോയി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ. മാക്സിമം വായുടെ അടുത്തേക്ക് അല്ലെങ്കിൽ വായിലേക്ക് നിങ്ങളുടെ മൈക്ക് കുത്തിക്കയറ്റുന്നതല്ല യഥാർത്ഥ മാധ്യമ സംസ്കാരം. 24 മണിക്കൂറും സ്റ്റുഡിയോ ഫ്ലോറിൽ ഓട്ടംതുള്ളൽ നടത്തുന്ന നിങ്ങളുടെ ബോസിന് ഇതൊന്നും ഒരു വിഷയമാകില്ല. പക്ഷേ മോഹൻലാൽ എന്ന മഹാനടൻ്റെ കണ്ണിൽ ഇങ്ങനെ മൈക്ക് വെച്ച് കുത്തുമ്പോൾ കേരളത്തിലെ ഒരുപാട് ആളുകൾക്ക് നോവുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നത് ചാനലിന് നല്ലതാണ്. മരണവീട്ടിൽ പോലും ക്യാമറയും മൈക്കും നീട്ടി ബന്ധുക്കളുടെ കരച്ചിലിൻ്റെ ബൈറ്റ് എടുക്കാൻ ആക്രാന്തം കാണിക്കുന്ന യാതൊരു മര്യാദയുമില്ലാത്ത വർഗമായി അധപ്പതിക്കുകയാണ് ഒരു കൂട്ടം മാധ്യമങ്ങൾ. മോഹൻലാലിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി പറയും. അതിനൊക്കെ അദ്ദേഹത്തിന് സാധിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾ ചോദിക്കുമ്പോൾ പറയും. എനിക്ക് അറിയില്ല എന്ന് ഉച്ചത്തിൽ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടും വീണ്ടും മെക്കിട്ട് കയറുന്നവനെതിരെ ക്രിമിനൽ കേസാണ് എടുക്കേണ്ടത്. ആരുടെയും മുഖത്തിട്ട് കുത്താൻ ഈ മൈക്കും കൊടുത്ത് അവനെ പറഞ്ഞുവിട്ട ആൾക്കെതിരെയും നടപടികൾ സ്വീകരിക്കണം. ഒരാളിൻ്റെ കണ്ണിൽ കുത്തും വിധം മൈക്ക് നീട്ടിയിട്ടല്ല മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടത്. ഇതൊന്നും ഒരു അവകാശത്തിൻ്റെ പരിധിയിലും വരില്ല. ഇത് മറ്റുള്ളവർക്ക് നേരെയുള്ള അവകാശ ലംഘനമാണ്. സിനിമയിൽ പ്രകോപിതനായി മുണ്ട് മടക്കി കുത്തുന്ന ലാലേട്ടനല്ല ശരിക്കുള്ള ജീവിതത്തിൽ ഉള്ളത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നലെ ആ മൈക്ക് 24 കഷ്ണമായി അവിടെ കിടന്നേനെ. ഇനി മോഹൻലാലിൻ്റെ മകളെക്കുറിച്ച് പറയാം. സിനിമയിൽ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ് മാറി നിന്നവരാണ് പ്രണവും വിസ്മയും. പ്രണവ് ഇടയ്ക്ക് ചില സിനിമകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ പൊതുപരിപാടികളിലോ മറ്റ് ചടങ്ങുകളിലോ പോലും വിസ്മയ ഇതുവരെ മുഖം കാണിച്ചിട്ടില്ല. വിസ്മയക്ക് യാത്രകളോടായിരുന്നു ഇഷ്ടം. ആയോധന കലകളിലും വിസ്മയ പരിശീലനം നേടിയിട്ടുണ്ട്. തരക്കേടില്ലാതെ എഴുതുന്ന ആളുമാണ്. വിസ്മയ എഴുതിയ ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന പുസ്തകം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ആമസോണിൻ്റെ ബെസ്റ്റ് സെല്ലർ വിഭാഗത്തിലും ഈ പുസ്തകം ഇടം നേടിയിരുന്നു. ആ വിസ്മയാണിപ്പോൾ സിനിമയിലേക്ക് വരുന്നത്. അതിൻ്റെ ആക്രാന്തത്തിലാണ് ഒരുത്തൻ മോഹൻലാലിൻ്റെ കണ്ണിൽ കുത്തിയത്.